ബെഞ്ചമിൻ ബെയ്ലി 1791 നവംബറിൽ ജോസഫ് ബെയ്ലിയുടെയും ഭാര്യ മാർത്തയുടെയും മകനായി ഇംഗ്ലണ്ടിലെ ഡ്യൂസ്ബറിയിൽ ജനിച്ചു. ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ CMS മിഷണറിയായി ബെഞ്ചമിൻ ബെയ്ലി അയക്കപ്പെട്ടു. അദ്ദേഹത്തെ അയക്കുന്നതിന് മുൻപ് വ്യവസ്ഥാപിത ദൈവശാസ്ത്രം, വ്യാഖ്യാന ശാസ്ത്രം എന്നിവയിൽ അദ്ദേഹം പരിശീലനം നേടിയിരുന്നു. 1812 മിഷണറി പരിശീലനത്തിനായി റവറൻഡ് D. സ്കോട്ടിന്റെ കീഴിൽ 2 വർഷം, ഡ്യൂസ്ബറി വികാരിയായി J. ബക്വർത്തിന്റെ കീഴിൽ 1 വർഷം, പരിശീലനത്തിന് ശേഷം ആംഗ്ലിക്കൻ സഭ അദ്ദേഹത്തെ ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. ബെയ്ലി CMSൽ ചേരുകയും നവവധുവായ ഭാര്യ എലിസബത്തിനൊപ്പം കേരളത്തിലേക്ക് കപ്പൽ കയറുകയും ചെയ്തു. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം. ഏതാനും മാസങ്ങൾക്ക് ശേഷം കേരളത്തിലെ ആലപ്പുഴ തീരത്തെത്തി. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായി തോമസിനാൽ സ്ഥാപിതമാക്കപ്പെട്ടു എന്ന് അഭിമാനിക്കുന്ന സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിനെ നവീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ബെഞ്ചമിൻ ബെയ്ലി പ്രാഥമികമായി ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ടത്. ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ അടുത്ത ഒരു തരംഗം സൃഷ്ടിക്കേണ്ടതിനുള്ള അടിത്തറയായി മാറും എന്നുള്ള പ്രതീക്ഷയോടു കൂടെ CMS ഈ സഭയുടെ നവീകരണത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. പ്രാരംഭത്തിൽ പുതിയ സഭകൾ പണിയുക, പുതിയ സംഘടന സ്ഥാപിക്കുക എന്നുള്ള യാതൊരു ലക്ഷ്യവും അവർക്കില്ലായിരുന്നു. സിറിയൻ ഓർത്തഡോക്സ് സഭയിലെ പുരോഹിതന്മാർക്ക് ദൈവശാസ്ത്ര പരിശീലനം നൽകുന്നതിന് തലവനായി ബെയ്ലി നിയമിക്കപ്പെട്ടു. 18 മാസങ്ങൾ അദ്ദേഹം അത് നിർവഹിക്കുകയും പിന്നീട് പരിഭാഷ ജോലികൾക്കായി തന്റെ സമയം ചെലവാക്കേണ്ടതിന് ആ പദവി ഉപേക്ഷിക്കുകയും ചെയ്തു. സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ ബൈബിൾ വിരുദ്ധമായ ആചാരങ്ങൾ നിമിത്തം അദ്ദേഹം വളരെയധികം അസ്വസ്ഥനാക്കപ്പെട്ടിരുന്നു. അതിലെ ആചാരങ്ങളെ ചവറെന്നും സഭയെ പോപ്പിഷ് എന്നുമാണ് അദ്ദേഹം വിളിച്ചിരുന്നത്. സിറിയൻ സഭയുടെ തലവൻ മരിച്ചപ്പോൾ പകരം വന്ന വ്യക്തി നിമിത്തം തുടർന്ന് അതിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്തവനായി തീർന്നു. യാതൊരു സിറിയൻ സഭകളിലും പ്രസംഗിക്കുവാൻ കഴിയാത്ത വിധം ബെയ്ലി വിലക്കപ്പെട്ടു. CMS നേതൃത്വം അദ്ദേഹത്തോട് പറഞ്ഞു, ഹിന്ദുക്കളുടെ ഇടയിൽ സുവിശേഷീകരണത്തെ വ്യാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ബെയ്ലി അതനുസരിച്ച് ചെയ്തു. ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കോട്ടയത്ത് ഒരു അച്ചടിശാല സ്ഥാപിക്കുകയും ചെയ്തു. കോട്ടയത്ത് ഹിന്ദുക്കളും സിറിയൻ സഭയിൽ നിന്ന് വചനം കേട്ട് മാനസാന്തരപ്പെട്ടു വന്ന ആളുകളും അടങ്ങുന്ന ഒരു വലിയ സഭ സ്ഥാപിച്ചു. 1842 തിരുവിതാംകൂറിൽ ഒരു സിറിയൻ സഭയെ ആംഗ്ലിക്കൻ സഭയായി മാറ്റുവാൻ അദ്ദേഹം സഹായിച്ചു. അതിലെ ആദ്യത്തെ ഞായറാഴ്ച തന്നെ 600 അംഗങ്ങൾ കൂടി വരികയുണ്ടായി. ഈ കാലം കൊണ്ട് അദ്ദേഹം ബൈബിളിന്റെ മലയാള പരിഭാഷ 26 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കി. KJV ഇംഗ്ലീഷ് ബൈബിളിൽ നിന്നുമാണ് അദ്ദേഹം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത്. ആദ്യം സിറിയൻ പുരോഹിതന്മാർ പരിഭാഷ നടത്തുകയും അദ്ദേഹം മേൽനോട്ടം വഹിക്കുകയുമാണ് ചെയ്തിരുന്നത്. പിന്നീട് ആ പരിഭാഷ മോശമാണെന്ന് കണ്ടെത്തിയിട്ട് താൻ തന്നെ പരിഭാഷ നിർവഹിക്കുകയായിരുന്നു. ഗോതിക് ശൈലിയിലുള്ള ഒരു വാസ്തുശില്പി കൂടിയായിരുന്നു ബെഞ്ചമിൻ ബെയ്ലി. 1839-42 അദ്ദേഹം കോട്ടയത്ത് ആംഗ്ലിക്കൻ പള്ളി പണിതു, ദ ക്രൈസ്റ്റ് ചർച്ച്. ബിഷപ്പ് വിൽസൺ അതിനെ തിരുവിതാംകൂറിന്റെ മഹത്വം എന്ന് വിളിച്ചു. ഈ പള്ളി ഇപ്പോൾ CSI മധ്യ കേരള രൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ്. ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് കേരളത്തിലെ 34 വർഷത്തെ വാസത്തിനു ശേഷം 1850 മാർച്ച് 13 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുകയും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വിരമിക്കുകയും ചെയ്തു. 30-ലധികം വർഷങ്ങളായി താൻ നേടിയെടുത്ത സുഹൃത്തുക്കൾ, താൻ ചെയ്ത പണികൾ ഇവയെല്ലാം വിട്ടിട്ട് പോകുന്നതിന്റെ വിഷമം താങ്ങുവാൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം രഹസ്യമായിട്ടായിരുന്നു മടങ്ങിപ്പോയത്. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിച്ചെന്ന ശേഷം അദ്ദേഹം ഒരു കോളേജിന്റെ ഡീനായി 20 വർഷത്തോളം വരെയും തുടർന്നു. അദ്ദേഹത്തിന്റെ പരിഭാഷ നവീകരണത്തിന്റെ വലിയൊരു സ്ഫോടനം തന്നെ കേരളത്തിൽ സൃഷ്ടിച്ചു. സിറിയൻ സഭയിൽ നിന്നുള്ള ജനങ്ങൾ ബൈബിൾ അവരുടെ സ്വന്തം ഭാഷയിൽ വായിക്കുവാൻ തുടങ്ങി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് സിറിയൻ ഓർത്തഡോക്സ് സഭയിൽ വലിയൊരു നവീകരണത്തിന് കാരണമാവുകയും കേരളത്തിൽ മാർത്തോമാ സംഘടന ജന്മം കൊള്ളുവാൻ ഇടയാവുകയും ചെയ്തു. ബെയ്ലി പണ്ഡിതനായ പാസ്റ്റർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കേരളത്തിൽ അത്തരത്തിൽ ആദ്യത്തെ ആളായിരുന്നു അദ്ദേഹം ഒരു അനുഗ്രഹീത പ്രഭാഷകനും തീഷ്ണതയുള്ള ഒരു ബൈബിൾ വിദ്യാർത്ഥിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം നൽകിയ മറ്റൊരു സംഭാവനയിലാണ് ഏറ്റവും അധികം അറിയപ്പെട്ടിരുന്നത്. അത് മലയാളം ഭാഷയ്ക്ക് നൽകിയ സംഭാവനകളാണ്. ബെയ്ലിയുടെ പ്രവർത്തനങ്ങൾ ആധുനിക മലയാള ഗദ്യ വിഭാഗത്തിന് ഒരു അടിത്തറയായി മാറി. അദ്ദേഹം ഒരു മലയാളം ഡിക്ഷണറി എഴുതി.
അദ്ദേഹത്തിന്റെ കൃതികൾ അച്ചടിക്കുവാൻ ഒരു അച്ചടിശാല കേരളത്തിൽ അദ്ദേഹത്തിന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അതിനാൽ അദ്ദേഹം കഠിനമായി അധ്വാനിക്കുകയും 5 വർഷത്തെ നീണ്ട പ്രയത്നത്തിലൂടെ തടി കൊണ്ടുള്ള ഒരു അച്ചടിയന്ത്രം സ്വന്തമായി തയ്യാറാക്കുകയും ചെയ്തു. അദ്ദേഹം അക്ഷരങ്ങളുടെ ടൈപ്പുകൾ സ്വന്തമായി ഉണ്ടാക്കി. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല അദ്ദേഹം ആരംഭിച്ചു. അതിനെ CMS പ്രസ് എന്ന് പേരിട്ടു. അവിടെ മതപരമായതും മതേതരമായതുമായ പുസ്തകങ്ങൾ അച്ചടിച്ചു. ഇക്കാരണത്താൽ 19-ാം നൂറ്റാണ്ടിൽ പൊതുവിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ വിശാലമാകുവാനും ഒടുവിൽ ഒരു സാക്ഷരതാ വിപ്ലവവുമായി മാറുകയും ചെയ്തു. അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങൾക്കും അവർ വ്യക്തിപരമായി വലിയ വില കൊടുക്കേണ്ടി വന്നു. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും അനേക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നു. കേരളത്തിൽ അവർ ആയിരുന്നപ്പോൾ അവരുടെ 4 കുട്ടികളും അവർക്ക് നഷ്ടപ്പെട്ടു. യാതൊരു പരാതിയും കൂടാതെ ഇതെല്ലാം അദ്ദേഹം സഹിക്കുകയായിരുന്നു. എന്തെന്നാൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും അധികം സ്നേഹിച്ചു. അതിലുപരി അദ്ദേഹം കർത്താവായ യേശുവിനെ സ്നേഹിച്ചു. 1856 മുതൽ മരണം വരെ അദ്ദേഹം ഷ്രോപ്ഷെയറിലെ ഷെയിൻടണിലെ റെക്ടർ ആയിരുന്നു. 1857 CMSന്റെ ഓണററി ലൈഫ് ഗവർണറായി നിയമിതനായി. 1862 മുതൽ മരണം വരെ സലോപ്പിലെ കോണ്ടോവാറിലെ റൂറൽ ഡീനായിരുന്നു. 1871 ഏപ്രിൽ 3-ന് 79-ാം വയസ്സിൽ ഷെയിൻടണിൽ വെച്ച് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഇംഗ്ലണ്ടിൽ ജനിച്ചു. കേരളത്തിൽ വന്നു. ബൈബിൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുവാനും മലയാള ഭാഷയ്ക്ക് തന്നെ അനവധി സംഭാവനകൾ ചെയ്തതുമായ കർത്താവിന്റെ അഭിഷിക്തനെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.